ആരുമായിട്ട് സംസാരിക്കില്ല കേട്ടോ, പറ്റൂലെന്ന് പറയാം. നമസ്കാരം. ആരാ? എന്താ? എന്നെ അറിയാതിരിക്കല്ലോ അല്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ആരാ? ഇങ്ങനെ മനസ്സിലായില്ലേ? കൊള്ളാം. ഇങ്ങനെ ഇവിടുത്തെ വാർഡ് മെമ്പർ കൈമള്, അത് സുധാകരൻ, നമ്മൾ അബു. ക്ഷമിക്കണം, എനിക്കങ്ങനെ പുറത്തോട്ടൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ടാണ്. കേറിയിരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല, വന്ന കാര്യം പറയാം. ഞങ്ങളെല്ലാരും കൂടി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. അന്വേഷിച്ചപ്പോ സരസ്വതി 10ാം ക്ലാസ് പാസ്സായിട്ടില്ല എന്നറിഞ്ഞു. താല്പര്യം ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ സ്കൂളിലേക്കൊന്ന് വരണം. വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ചേട്ടാ, അകത്തേക്ക് പൊക്കോളൂ. ഭർത്താവാണ്, കണ്ടില്ലേ? ഇതാ അവസ്ഥ. മോളെ, അച്ഛനെ കൊണ്ടുപോയാക്ക്. എന്തായാലും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നോക്കട്ടെ, പറ്റിയാ വരാം. ശരി, ഞങ്ങൾ ഇറങ്ങാം. അങ്ങനെ ഒരാളെയും കൂടി കിട്ടിയല്ലോ. നോക്കിയോ, ഇനി ആള് വരും മെമ്പറെ. വന്നാ മതിയായിരുന്നു. ജീവിതം എന്ന് പറയണ എന്താ കല്യാണി? ജനിക്കണ്, പിന്നെ കൈതനെ പോലെ അങ്ങോട്ട് ജീവിക്കണ്, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് മയ്യത്താകണ്. അതിന്റെ ഇടയ്ക്ക് ഇമ്മാതിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്താ മനസ്സിനൊരു സുഖം ഉണ്ടാവും. അബൂക്ക, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ശശിയുടെ സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. പിന്നെ ഈ വയസ്സാം കാലത്തല്ലേ ബാഗും കൊടയും ചുറ്റും പാത്രം എടുത്ത് സ്കൂളിൽ പോണേ? വേറെ പണിയില്ലേ? നിങ്ങളൊന്ന് പോയേ. അമ്മേ വാ, ചീഞ്ഞ മീനും കൊണ്ട് മൂപ്പരൊരു ചീഞ്ഞൊരു ഉപദേശം. അബൂക്ക, ഞാനൊന്ന് നോക്കട്ടെ, വരാൻ പറ്റുമോ? ആയിക്കോട്ടെ കല്യാണി, വെൽക്കം ടു അവർ സ്കൂൾ. അല്ല, നമ്മുടെ മീന്റെ കായ് കിട്ടിയില്ല. ഓ, ഇങ്ങടെ പറ്റെഴുതി എഴുതി നമ്മുടെ ബുക്ക് തീർന്നിക്കണ്. അല്ല, നമ്മളിവിടെ ഇങ്ങനെ നിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. ആരും കാണാത്തോണ്ട് ചോദിക്കുക. എന്റെ പണിക്കരെ, ഇവരൊക്കെ വീടുകളിൽ ചെന്ന് ഞാൻ പറഞ്ഞതാണ്. നേരിട്ട് വീടുകളിൽ ചെന്ന് പറഞ്ഞതാണ്. നമ്മുടെ ആളുകളല്ലേ. 10 മണി പറഞ്ഞ 12 മണിയോ? അത്ര നമ്മളെ മെമ്പർ ഒരു കാര്യം പറഞ്ഞാൽ സാധിക്കൂന്ന്. കുറെ നേരമായല്ലോ, ആരെങ്കിലും വരുവോ? വരും മാഷേ, വരും. ശരി, എനിക്ക് തോന്നുന്നില്ല ആരും വരുന്നു. അതെന്താണ് പണിക്കരെ, നിങ്ങൾ അപ്പളേക്കൊരു ആശയിച്ചു നോക്കി ആരും വരൂലെന്നുള്ളേ? ഒന്നും മിണ്ടാതിരിന്ന്. അല്ലാതെ വരുന്നത് കണ്ടാതെ. വരുന്നത് കണ്ടാ മെമ്പറേ. നിങ്ങള് പറഞ്ഞ പോലെ ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു രസം. ഞാനും കൂടെ നിങ്ങളെ കൂടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കേറിക്കോളി. നമസ്കാരം. ഇരിക്കൂ, ഇരുന്നോളൂ. ഇനി ആരെങ്കിലും വരാനുണ്ടോ സുധാകരേട്ടാ? ഇല്ല, ഇനി ആരുമില്ല. ഇത് നിങ്ങൾക്കുള്ള നോട്ട്ബുക്കാണ്. കറക്റ്റായിട്ടെല്ലാം എഴുതണം, നോട്ടൊക്കെ സൂക്ഷിച്ചു വെക്കണം. നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഇന്നു മുതൽ നമ്മൾ 10ാം ക്ലാസ് പഠിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ വയോജന വിദ്യാഭ്യാസ സമ്പ്രദായം ഉപയോഗിച്ച് നമുക്കിവിടെ പരീക്ഷ എഴുതണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ചുരുങ്ങിയത് 12 പേരെങ്കിലും വേണം. അപ്പോ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ 11 പേരേ ഉള്ളൂ. ഇനി ഒരാളെ കൂടി കിട്ടിയാലേ പരീക്ഷ എഴുതാൻ പറ്റൂ. പോയതല്ലേ?
മാഷേ മാഷേ ഇനിയും കൂടി ചേർക്കോ ക്ലാസ്സില്? ഹായ് ഹാജിയരുടെ ബീവി. ആ കയറി വന്നോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ്. എന്ന് വെച്ചാൽ വിദ്യയാണ് മറ്റേത് ധനത്തെക്കാളും പ്രധാനം. വിദ്യ നേടാൻ പ്രായമൊരു പ്രശ്നമേ അല്ല. നിങ്ങളിൽ പലരും പല പ്രായക്കാരായിരിക്കാം, 50, 55, 60 അങ്ങനെയൊക്കെ. പക്ഷെ ഇനി നമ്മുടെ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രായമായിരിക്കും. എത്ര വയസ്സാണെന്ന് പറയാമോ? 10ാം ക്ലാസ്സിലെ പ്രായം 16. അതെ, 60-ൽ നിന്നും 16 വയസ്സിലേക്ക് അല്ലേ? എന്നാ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ എല്ലാവരും? അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. ഇത് മുഴുവൻ എഴുതിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് നാളെ വരും. അപ്പൊ നാളെ കാണാം. ശരി മാഷ. ഓക്കെ. ആ ശരി ഇത് ശരി. മുഴുവൻ എഴുതണോ? വേഗം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ മീൻ കച്ചവടം കുറച്ചും കൂടി ഉണ്ടായിരുന്നു ബാക്കി. അല്ല ഇത് മുഴുവൻ തന്നെ എഴുതണോ? എഴുതി കഴിഞ്ഞില്ലേ ചങ്ങായി? ഒന്ന് വേഗം നോക്കിക്കോളൂ. ഞമ്മള് ജയിക്കൂട്ട, എഴുതി ജയിക്കും നമ്മൾ. നല്ലോണം എന്റെ നോക്കി എഴുതിയല്ലേ, അത് മിക്കവാറും ഉണ്ടാവും. അപ്പൊ നാളെ ഭക്ഷണം കൊണ്ടുവരല്ലേ? ഇന്ന് സരസ്വതി അങ്ങോട്ടല്ലേ പോണത്? ഞാൻ ഇങ്ങോട്ടോ. ദേവകി, ഓ ദേവകി, ഓ ഞാൻ പലവട്ടം പറഞ്ഞതാ പോണ്ടാന്ന്. വയസ്സാം കാലത്ത് 10ാം ക്ലാസ് ജയിക്കാൻ നടക്കുന്നു. 10 ജയിച്ചിട്ട് ഉദ്യോഗസ്ഥയാവാൻ പോവല്ലേ? ഞാൻ വെറുതെ ചോദിച്ചൂന്നേ ഉള്ളൂ. നീ കാശൊന്നും തരണ്ട. എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തോളാം. പെൻഷൻ കിട്ടിയ കാശുണ്ടല്ലോ. ആഹാ, അത് കൊള്ളാം. അടുത്ത പെൻഷൻ കിട്ടിയിട്ട് മോക്ക് പാത്രം മേടിക്കാന്ന് പറഞ്ഞ അമ്മ മറന്നുപോയോ? ഞാൻ മറന്നിട്ടില്ല. എനിക്ക് പാസ്സൊന്നും വേണ്ട, അച്ഛമ്മ ഫീസ് എടുത്തോട്ടെ. ഞാൻ പോരാ. തിരിച്ച് 2 കാലത്ത് തന്നെ വന്നേക്കണേ. ആദ്യൊക്കെയാണ് വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഞാനെന്തോ വാശി പിടിച്ചു. എനിക്ക് എന്തായാലും പോണം. ഇങ്ങനെ വെറുതെ വെള്ളം ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. നമ്മളിപ്പോ ശരിയാക്കി തരാം. നടക്കാത്തൊന്നുമില്ല. അത് ശരിയാ. ഇനിയിപ്പൊ പരീക്ഷയുടെ കാര്യം ഓർത്തിട്ട്. രണ്ടുപേരുണ്ടല്ലോ. നല്ല മണുണ്ടല്ലോ അക്ക. മണമുണ്ടാ? ഓ, ഇത് ജന്നത്തുൽ ഫിർദൗസാ. അശ്വർ വന്നിട്ടുണ്ടേ. അശ്വർ നമ്മക്ക് തന്നതാ. മണക്കണം നിങ്ങക്ക്? എനിക്ക് അത്രന്റെ മണം പിടിക്കും. വേണ്ടെങ്കി വേണ്ട. അബു ഈ കാര്യം പറയേ. ആ അതെ, ദാമോദർ മാഷ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോടോ? ആ സരസ്വതി ഒന്നിങ്ങടെ വന്നേ. അതെന്താ ഞാൻ കേൾക്കാൻ പാടില്ല? ഒന്നിങ്ങട് ബാ സരസ്വതി, ഞമ്മളൊരു കാര്യം പറയട്ടെ. വാന്നേ. അല്ല ഞാനും കൂടെ അറിയട്ടെ. നിങ്ങൾ അറിയണ്ട. വാ. സരസ്വതി എന്നോട് പറഞ്ഞാ മതി. വേഗം വരണം കേട്ടോ. നിങ്ങള് സാരി എടുക്കുമ്പോ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടാ.